ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് മട്ടൻ കുറുമ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്കുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് എടുക്കുക. നമ്മളിതിൽ മുളക് പൊടി ചേർക്കുന്നില്ല, അപ്പോൾ അതനുസരിച്ചിട്ട് പച്ചമുളക് എടുക്കുക. ചെറിയൊരുണ്ട വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും എടുത്തിട്ടുണ്ട് നന്നായിട്ട് ചതച്ചെടുക്കാം. ഇനി നമുക്ക് കുക്കർ ചൂടാക്കാം. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർക്കാം. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പം ഇതിലേക്ക് ഞാൻ 2 മീഡിയം സൈസിലുള്ള സവാള ചേർക്കുവാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3/4 കിലോ മട്ടനാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റാം. സവാള നന്നായിട്ട് വാടി കിട്ടണം, എന്നാൽ മാത്രമേ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഇതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം. സവാള പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് നമുക്കിത് ലോ ഫ്ലെയിമിലൊന്ന് അടച്ച് വെക്കാം. ഇടയ്ക്ക് തുറന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇതാ സവാള നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഈ ഒരു പരുവമാകുന്നത് വരെ സവാള നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുവാണ്, 1/2 ടേബിൾ സ്പൂൺ മീറ്റ് മസാല ചേർക്കുവാണ്. എരിവിനനുസരിച്ചിട്ട് നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ചേർക്കാം. ഞാനിതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കുവാണ്. ഇനി ഈ പൊടികളുടെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പം ഇതിലേക്ക് ഞാൻ മീഡിയം സൈസിലുള്ള ഒരു തക്കാളി ചേർക്കുവാണ്. തക്കാളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ തക്കാളി നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മട്ടൻ ചേർക്കാം. അപ്പോൾ ഞാനിവിടെ 3/4 കിലോ മട്ടൻ ചേർക്കുവാണ്. അതോടൊപ്പം ഇതിലേക്ക് ഞാൻ ചെറിയൊരു ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്കിതിലേക്ക് ചേർക്കാം. ഉരുളക്കിഴങ്ങ് ഓപ്ഷണലാണ്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. ഈ ഒരു മസാല എല്ലാം മട്ടനിലേക്ക് നന്നായിട്ട് പിടിച്ച് കിട്ടുന്നത് വരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ 2 മിനിറ്റോളം നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. മട്ടൻ വേകാനായിട്ട് നമുക്കിതിലേക്ക് 2ാം പാൽ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. 1/2 കപ്പ് തേങ്ങയിൽ നിന്ന് എടുത്തിട്ടുള്ള 1/2 കപ്പ് 2ാം പാലാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 250 ml മെഷറിംഗ് കപ്പിലാണ് ഞാനിവിടെ 1/2 കപ്പ് 2ാം പാൽ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. ഉപ്പ് നോക്കാം, വേണമെന്നുണ്ടെങ്കിൽ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ടേസ്റ്റിനനുസരിച്ചിട്ട് നമുക്ക് ഗരം മസാല ചേർക്കാം. ഞാനിതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർക്കുവാണ്. ഇനി നമുക്കിത് കുക്കർ അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വന്നതിന് ശേഷം ഞാനിത് ലോ ഫ്ലെയിമിൽ 2 വിസിൽ വരെയാണ് ഞാനിത് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ മട്ടൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് 5 കാഷ്യൂനട്ട് കുറച്ച് ചൂടുവെള്ളത്തിൽ നന്നായിട്ടൊന്ന് കുതിർത്തിയെടുക്കുക. നന്നായിട്ടൊന്ന് കുതിർന്നതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഗ്രേവി ഒന്ന് തിക്കായിട്ട് വരുന്നത് വരെ നമുക്കിത് 5 മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടി ഗരം മസാല ചേർത്തിട്ടുണ്ട്. ഉപ്പ് നോക്കാം, വേണമെന്നുണ്ടെങ്കിൽ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഗ്രേവി ഒന്ന് തിക്കായിട്ടുണ്ട്. ഈ ഒരു പരുവം മതിയായിരിക്കും കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ട് നമുക്കിതിലേക്ക് 1ാം പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 3/4 കപ്പ് 1ാം പാൽ ചേർക്കുവാണ്. 250 ml മെഷറിംഗ് കപ്പിലാണ് 3/4 കപ്പ് 1ാം പാൽ എടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. 1ാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ തിളയ്ക്കാൻ പാടില്ല, നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നാൽ മതിയാകും. 1ാം പാൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കാം. എന്നിട്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയിലൊന്ന് കറിവേപ്പിലയും വറ്റൽമുളകൊന്ന് താളിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1 വറ്റൽമുളകും 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുവാണ്. കറിവേപ്പിലയും വറ്റൽമുളകും മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോയ്ക്ക് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.